ഗാസ ഏറ്റെടുക്കൽ പദ്ധതി ട്രംപ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിലയുറപ്പിച്ച് തന്നെ ജോർദാൻ. വൈറ്റ് ഹൌസിൽ വെച്ച് ഇന്നലെ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഗാസ മുനമ്പിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി തറപ്പിച്ചു പറഞ്ഞു. ഗസ വില കൊടുത്ത് വാങ്ങി റിയൽ എസ്റ്റേറ്റ് പദ്ധതി ആരംഭിക്കുകയല്ല ലക്ഷ്യമെന്നും മറിച്ച് അമേരിക്കയുടെ മേൽനോട്ടത്തിൽ ഗസ വികസനമാണ് ഉദ്ദേശിക്കുന്നതെന്നും ട്രംപ് വിശദീകരിച്ചു. ട്രംപ് ഗാസ മുനമ്പിനായുള്ള തന്റെ പദ്ധതിക്കായി തുടർച്ചയായി പ്രേരിപ്പിക്കുമ്പോഴും ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ് മീറ്റിംഗിൽ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചുനിന്നു. മറ്റൊന്നുമല്ല, പലസ്തീനുകളെ ഗസയിൽ നിന്ന് പുറത്താക്കി ജോർദാനോ ഈജിപ്തോ പോലുള്ള പശ്ചിമേഷ്യയിലെ മറ്റെവിടെയെങ്കിലും താമസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയോട് ജോർദാൻ യോജിക്കുന്നില്ല എന്നതാണ്. അതേസമയം ട്രംപ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ജോർദാൻ രോഗികളായ 2000 ഗാസൻ കുട്ടികളെ ഏറ്റെടുക്കുമെന്ന് അബ്ദുള്ള രാജാവ് വ്യക്തമാക്കി. എൻക്ലേവ് ഏറ്റെടുത്ത 2 ദശലക്ഷം പലസ്തീനികളെ ജോർദാൻ ഉൾപ്പെടെയുള്ള മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം ട്രംപ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള അവരുടെ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഈ നടന്നത്. ഈ മാസം ആദ്യമാണ് ഗസ ഏറ്റെടുക്കാനും എല്ലാ പലസ്തീനികളെ പശ്ചിമേഷ്യയിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്ഥിരമായി മാറ്റാനും ഉദ്ദേശിക്കുന്നതായി ട്രംപ് പറഞ്ഞത്. കൂടാതെ ഗസയിൽ നിന്നുള്ള പലസ്തീനികളെ ഏറ്റെടുക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ജോർദാനിലേക്കും ഈജിപ്തിലേക്കുമുള്ള സഹായം തടയുമെന്നും ഈ ആഴ്ച ആദ്യം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: ജോർദാനും ഈജിപ്തും യുഎസിന്റെ പ്രധാന സഖ്യകക്ഷികളും ഏറ്റവും കൂടുതൽ അമേരിക്കൻ സഹായം, അതായത് അമേരിക്കൻ എയ്ഡ്സ് സ്വീകരിക്കുന്നവരുമായി തുടരുകയാണ്. പ്രത്യേകിച്ചും ജോർദാൻ. യുഎസ് സഹായം ജോർദാന്റെ GDPയുടെ 3%. പലസ്തീനികളെ പുറത്താക്കിയാൽ ഹോട്ടലുകൾ, ഓഫീസ് കെട്ടിടങ്ങൾ തുടങ്ങിയവയുള്ള ഗസയെ മിഡിൽ ഈസ്റ്റിലെ റിവിയേറ ആയി വികസിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ അറബ് ലോകം ട്രംപിന്റെ പദ്ധതി തള്ളിക്കളയുകയായിരുന്നു. ട്രംപ് പദ്ധതിയിൽ ഉറച്ചുനിന്നാൽ സൗദി ഇസ്രായേൽ സാധാരണവൽക്കരണ കരാർ, അതായത് നോർമലൈസേഷൻ പ്ലാൻ മരവിച്ചേക്കുമെന്ന് സൗദി അറേബ്യ സൂചിപ്പിച്ചു. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെ ക്രിയാത്മകമെന്ന് അബ്ദുള്ള രണ്ടാമൻ രാജാവ് വിശേഷിപ്പിച്ചപ്പോഴും ഇരു നേതാക്കളും പരസ്യമായ അഭിപ്രായങ്ങളിൽ ഭിന്നതയിലായിരുന്നു. ഗാസ പലസ്തീനികളെ ഒഴിപ്പിക്കുമെന്നും ജോർദാനും ഈജിപ്തും കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങളെ ഏറ്റെടുക്കണമെന്നും ട്രംപ് പറഞ്ഞപ്പോൾ അറബ് ലോകം പദ്ധതിക്ക് എതിരാണെന്ന് അബ്ദുള്ള ഊന്നി പറഞ്ഞു. ക്യാൻസർ ബാധിച്ചവരടക്കം 2000-ഓളം രോഗികളായ പലസ്തീൻ കുട്ടികളെ ജോർദാൻ ഏറ്റെടുക്കുമെന്നാണ് അബ്ദുള്ള രാജാവ് പറഞ്ഞത്. മിഡിൽ ഈസ്റ്റിലെ യുഎസിന്റെ പ്രധാന സഖ്യകക്ഷിയായ ജോർദൻ ഇതിനകം ദശലക്ഷക്കണക്കിന് പലസ്തീനികളുടെ അഭയകേന്ദ്രമാണ്. ജോർദന്റെ നിലപാട് പലസ്തീനികളുടെ കുടിയിറക്കത്തിന് എതിരാണ് എന്ന് അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അബ്ദുള്ള രാജാവ് വ്യക്തമാക്കി. ഇത് ജോർദാന്റെ മാത്രമല്ല, അറബ് ലോകത്തിന്റെ നിലപാടാണെന്നും അദ്ദേഹം ഊന്നി പറയുന്നു. പലസ്തീനികളെ ഗസയിൽ നിന്ന് കുടിയിറക്കാനുള്ള ട്രംപിന്റെ പദ്ധതി ഈജിപ്ത്, ജോർദാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരസിച്ചിരുന്നു. കിഴക്കൻ ജെറുസലേമിനെ തലസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള അശ്രാന്ത പരിശ്രമം അവസാനിപ്പിക്കില്ലെന്നും അങ്ങനെ ചെയ്യാത്ത ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പലസ്തീനുകളെ കുടിയിറക്കാതെ ഗസ പുനർനിർമ്മിക്കുക, ഭയാനകമായ മാനുഷിക സാഹചര്യത്തെ അഭിസംബോധന ചെയ്യുക എന്നിവ എല്ലാവരുടെയും മുൻഗണനയായിരിക്കണം. ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യായമായ സമാധാനം കൈവരിക്കുക എന്നതാണ് പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കാനുള്ള മാർഗം. ഇതിന് യുഎസ് നേതൃത്വം ആവശ്യമാണ് എന്നും ജോർദാൻ നേതാവ് വ്യക്തമാക്കി. ട്രംപിന്റെ ഗാസ പദ്ധതി പ്രഖ്യാപനത്തെ തുടർന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ-സിസി തന്റെ അമേരിക്കൻ സന്ദർശനം മാറ്റിവെച്ചിരുന്നു. പകരം അദ്ദേഹം പലസ്തീനിൽ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി നടത്തും. ജോർദാനിലെ അബ്ദുള്ള രാജാവാണ് ഉച്ചകോടിയുടെ സഹ അധ്യക്ഷനും. പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി ഉച്ചകോടി അഭ്യർത്ഥിച്ച പലസ്തീൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ ഈജിപ്ത് നടത്തിയ വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഉച്ചകോടി വിളിച്ചതെന്ന് ഈജിപ്തും അറിയിച്ചു. പശ്ചിമേഷ്യയിലേക്ക് കടന്നുകയറാൻ ചൈന അഹോരാത്രം ശ്രമിക്കുന്ന സമയത്താണ് ട്രംപിന്റെ വാക്കുകൾ വരുന്നത്. സമീപ വർഷങ്ങളിൽ സൗദി ഇറാൻ ചർച്ചകൾക്കും പലസ്തീൻ അന്തർ ചർച്ചകൾക്കും ചൈന ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ട്രംപിന്റെ നീക്കം ഈ മേഖലയെ ചൈനയിലേക്ക് കൂടുതൽ അടുപ്പിക്കുമോ ഇല്ലയോ എന്നതാണ് ഇനി ചോദ്യം.